DreamBakes Delights ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്നത്തെ വീഡിയോ വൈൻ ബാരൽ കേക്ക് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. വൈൻ ബാരൽ കേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സൈസിലുള്ള ഈ കേക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തത് 7 ഇഞ്ചിന്റെ 3 കേക്കാണ്. വെയിറ്റ് പറയുകയാണെങ്കിൽ ഒരു 1.5 കിലോ കേക്കാണ്. അപ്പോൾ നമ്മളതിനെ ലെയറാക്കി ക്രീം ചെയ്ത് ഗനാഷ് ചെയ്ത് ഫോണ്ടൻ കവറൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റ് കുറച്ചുകൂടെ കൂടും എന്തായാലും. അപ്പോൾ നമുക്ക് ബേസ് കേക്ക് ആയിട്ട് എങ്ങനെയാണെങ്കിലും ഒരു 1.5 കിലോ കേക്ക് വേണം ഈ ഒരു സൈസിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ 7 സാധാരണ ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് ലെയർ ചെയ്ത് ഐസിങ് ചെയ്യണം. അങ്ങനെ ആ ഹൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈറ്റിൽ വരെ എത്തിക്കുക കേക്കിനെ. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അതിലേക്ക് അതിനൊരു സപ്പോർട്ടായിട്ട് 3 സ്ക്യൂർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അത് ഈ കബാബ് സ്റ്റിക്കുകളാണെങ്കിലും സ്ട്രോസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഒന്ന് കാർവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു വൈൻ ബാരലിൻ്റെ ഷേപ്പ് നമുക്കറിയാമല്ലോ, ആ ഷേപ്പിൽ പതുക്കെ അതിനെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ ഒറ്റയടിക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഐസിങ് ചെയ്ത കേക്കിനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി നമ്മുടെ മനസ്സിലുള്ള ഒരു ഷേപ്പിൽ എത്തിച്ചു കഴിഞ്ഞു. അതിനെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം അതിന് ലൂസായിട്ടുള്ള ഒരു ഗനാഷ് ഒഴിച്ച് അതിനെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കവർ ചെയ്തെടുത്തു. അതൊന്ന് ഫേം ആയിട്ട് കിട്ടാനാണ്. എന്നിട്ട് അതിനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കുറച്ച് നേരം സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ബാക്കി കാർവിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കാർവ് ചെയ്യാനും പിന്നെ രണ്ടാമത് ഗനാഷ് വെച്ച് കവർ ചെയ്യാനും ഒക്കെ ഇടുന്നു എളുപ്പമായി കിട്ടും. അങ്ങനെ അത് ഫേം ആയതിനു ശേഷം എനിക്ക് കുറച്ചുകൂടെ അതിനൊരു ഷേപ്പ് വേണം തോന്നിയിട്ട് ഞാൻ ഒന്നുകൂടി ഇത് ഷേപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിലുള്ള ഷേപ്പ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിനെ ഒന്നുകൂടെ നന്നായിട്ട് ഫുൾ ഗനാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ ഈ ഗനാഷ് ചെയ്ത കേക്ക് ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ബാക്കി ഫോണ്ടൻ കവറിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓവർനൈറ്റ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും അതിന് ഗനാഷ് ചെയ്ത കേക്കിനെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഫോണ്ടന്റ് കവറിങ് തുടങ്ങാണ്. ഐസ് ബാരൽ കേക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇതിനെക്കാട്ടിലും ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. എന്നാലും ഞാൻ ചെയ്ത രീതി ഇവിടെ ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഒരു റൗണ്ട് 7 ഇഞ്ച് റൗണ്ടിൻ്റെ കേക്കാണല്ലോ. അപ്പോൾ മുകളിലൊക്കെ ഇച്ചിരി കാർവ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു 6 ഇഞ്ച് റൗണ്ടോളം വരും. അപ്പോൾ ഏകദേശം ഒരു അങ്ങനെ ആ ഒരു സൈസിലുള്ള ഒരു ഫോണ്ടന്റ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഈ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അളവൊന്നും എടുത്തില്ല, റഫായിട്ട് അങ്ങോട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഇതിനെ ചുറ്റും കവർ ചെയ്യാനായിട്ട് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഫോണ്ടന്റ് റോൾ ചെയ്തെടുത്തു. ഇങ്ങനത്തെ ശരിക്കും ഉള്ള റൗണ്ടോ അല്ലെങ്കിൽ ശരിക്കുമുള്ള സ്ക്വയറോ ഒന്നും അല്ല, ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ നമ്മൾ ഫോണ്ടന്റ് കുറച്ച് കട്ടിയിലെടുത്താൽ നമുക്കതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. ഒത്തിരി തിന്നായിട്ടുള്ള ഫോണ്ടന്റ് എടുത്താൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഈ തിക്നെസ്സിലുള്ള ഫോണ്ടന്റ് ഒരു ഏകദേശം ഒരു അളവ് വെച്ച് അതിനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് എനിക്ക് കേക്കിനെ ഒന്ന് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡ് വൈസ് കവർ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഫോണ്ടന്റ് റോളറിൽ ഇങ്ങനെ ചുറ്റിയെടുക്കണം. അപ്പോൾ ചുറ്റിയെടുക്കുമ്പം അത് പരസ്പരം ആ 2 ലെയറുകൾ തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാനായിട്ട് കുറച്ച് ഐസിങ് ഷുഗറോ കോൺഫ്ലവറോ നമ്മുടെ ഡസ്റ്റിംഗ് പൗച്ചിലുള്ള നമ്മുടെ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആ പരസ്പരമായ ലെയേഴ്സ് ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഈ ഗനാഷ് ചെയ്ത കേക്കിനെ ചുറ്റും ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എക്സ്ട്രാ വന്നേക്കുന്ന ആ ഫോണ്ടന്റ് ഞാൻ പതുക്കെ നൈഫ് വെച്ച് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത് ചുറ്റും എത്തിയിട്ടില്ല, ഒരു ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് വേറെ പീസ് ഓഫ് ഫോണ്ടന്റ് വെച്ച് ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഞാൻ വേറൊരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് ഇതിനെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ വൈൻ ബാരൽ നമുക്കറിയാം വുഡൻ എന്താ പറയുന്നത് പലകകൾ പോലെ ആണ് നമ്മൾ അതിനെ പ്ലാൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എക്സ്ട്രാ പീസ് ഒട്ടും എടുത്ത് കാണിക്കത്തില്ല, നമ്മളത് ഡിസൈൻ്റെ ഭാഗമാക്കി മാറ്റും. അങ്ങനെ കൈ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ ഒക്കെ സ്മൂത്ത് ചെയ്തെടുത്തു. ഇവിടെ ഞാനുണ്ടല്ലോ ഒരു ഫോണ്ടന്റിന്റെ പീസ് എടുത്തിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഈവൻ സ്മൂത്ത് ഫിനിഷ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ഫോണ്ടന്റ് സ്മൂത്തർ കൊണ്ട് നമുക്ക് ഇറഗുലർ ഷേപ്പുകളിലൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയാണ് ഒരു കഷ്ണം ഫോണ്ടന്റ് എടുത്തിട്ട് നമ്മളുടെ കേക്കിനെ ഫോണ്ടന്റ് കവർ ചെയ്ത കേക്കിനെ നന്നായിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കയ്യിലെ ഫോണ്ടന്റ് ഈ കേക്കിലെ ഫോണ്ടന്റിന് നല്ല സ്മൂത്ത് ആക്കി തരും. അങ്ങനെ കൈ കൊണ്ടും ഫോണ്ടന്റ് പീസ് കൊണ്ടും സ്മൂത്തർ കൊണ്ടും ഒക്കെ അതിനെ ഒന്ന് പറ്റുന്ന രീതിയിൽ സ്മൂത്ത് ആക്കി എടുക്കുന്നു.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു വുഡൻ ടെക്സ്ചർ നമ്മുടെ കേക്കിന് നമ്മുടെ ബാരലിന് കൊടുക്കുക എന്നുള്ളതാണ്. ഈ വുഡൻ ടെക്സ്ചറൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഫോണ്ടന്റ് റോളറുകളോ അല്ലെങ്കിൽ പ്രിന്റിംഗ് മാറ്റുകളോ ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഡോസൻ ടൂൾ ഉപയോഗിച്ച്, ഈ ടൂളിൻ്റെ പേര് ഡോസൻ ടൂൾ എന്നാണ്. ഈ ടൂൾ ഉപയോഗിച്ച് എൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ആ ഒരു വുഡൻ ടെക്സ്ചർ അതിൽ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാലോ, ഈ മരത്തിൻ്റെ പലകളൊക്കെ നമുക്ക് കണ്ടിട്ടില്ലേ, പല അതിൻ്റെ റിങ്സ് ഒക്കെ കാണിക്കുന്ന രീതിയിൽ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ ഓരോരോ പീസുകളിലും വുഡൻ ടെക്സ്ചർ ഞാൻ കൈ കൊണ്ട് തന്നെ ഒപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കറക്റ്റ് എല്ലാ രീതിയിലുള്ള ഏകദേശം ഒരേ രീതിയിലുള്ള ഒരു സെക്ഷനാക്കി ഞാൻ ഡിവൈഡ് ചെയ്ത് ഇതുപോലെ വുഡൻ ടെക്സ്ചറും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ കളർ കൊടുക്കുകയാണ്. കളർ കൊടുക്കാനായിട്ട് ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തഡാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ എയർ ബ്രഷ് ടെക്നിക്ക്. അപ്പോൾ എയർ ബ്രഷ് ടെക്നിക്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്ഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ എയർ ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ പല ഷെയ്ഡിൽ നമുക്കിതിന് കളർ കൊടുക്കാനായിട്ട് പറ്റും. കാരണം വുഡിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പലയിടത്തും പല ഷെയ്ഡായിട്ടാണ് കൊടുക്കുന്നതാണ് കൂടുതൽ ഭംഗി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജസ്റ്റ് ഫുള്ളൊരു ലൈറ്റ് കളറിലങ്ങ് ഫുൾ അതിനെ കവർ ചെയ്യുകയാണ്. കാരണം ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഡാർക്ക് കളർ കൊടുക്കുന്നതിൽ നല്ലത് എല്ലാ ഭാഗത്തും കളർ ആദ്യം ബേസ് കൊടുക്കുക, പിന്നെ കുറച്ചൊരു മീഡിയമായിട്ട് കൊടുക്കുക, പിന്നെ ഡാർക്കായിട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പം അതുകൊണ്ട് അതിനെ ഇങ്ങനെ റോൾ ചെയ്ത് എല്ലാ ഭാഗത്തും, ഇനി എവിടെയൊക്കെ ഏത് ഏരിയയിലൊക്കെയാണോ എനിക്ക് കൂടുതൽ കളർ വേണ്ടത്, ഡാർക്ക് കളർ വേണ്ടത്, അവിടെ കുറച്ചുകൂടി എയർ ബ്രഷിൽ കൊടുക്കുന്നു. അങ്ങനെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഷെയ്ഡെല്ലാം കൊടുത്ത് ഇതിൽ ഞാൻ കളറുകൾ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റെഡ് കൊടുത്താലും ബ്ലാക്ക് കൊടുത്താലും ഒന്നും നമുക്ക് ആ വുഡൻ എഫക്റ്റ് കിട്ടില്ലല്ലോ. അപ്പം റെഡും ബ്ലാക്കും ഓറഞ്ചും ഒക്കെ കളറുകൾ പല ഡ്രോപ്സ് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് പലപ്പോഴായിട്ട് ഈ എയർ ബ്രഷ് ചെയ്യുന്നത്. അങ്ങനെ എയർ ബ്രഷിങ് എല്ലാം കഴിഞ്ഞു. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി അതിൻ്റെ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തത് ആ ബാരലിന് ഉള്ള ഒരു ചുറ്റിലുമുള്ള ഒരു മെറ്റലിൻ്റെ പീസ് പോലെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ഫോണ്ടൻ്റ് എടുത്ത് ഒരു സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തു. അത് ഇതുപോലെ ഒട്ടിച്ചു വെച്ചു. അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എൻ്റെ ക്യാമറ അതിൽ ഓഫായിപ്പോയി. എന്നിട്ട് അതിൽ നമ്മൾ ആ സ്ക്രൂവിൻ്റെ ഒക്കെ ഒരു ലുക്ക് കൊടുക്കാനായിട്ട് ഞാൻ വെറുതെ ഒരു വട്ടം കൊണ്ടതിനെ ഇങ്ങനെ പ്രസ് ചെയ്തു. പിന്നെ ഇതിന് നടുക്ക് വരുന്ന ഒരു വര കാണിക്കാനായിട്ട് ഒരു ചെറിയ നൈഫ് കൊണ്ട് അതിന് ആ പാടൊക്കെ കൊടുത്ത് ഒരു സ്ക്രൂ അടിച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ ആക്കി മാറ്റി. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്തത് ആ കേക്കിൻ്റെ ബേസ് ഒന്ന് കവർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ ഇംപ്രഷനുള്ള ഒരു റോളർ എടുത്തിട്ട് ഇതുപോലെ ഫോണ്ടൻ്റ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഓരോ സ്ട്രിപ്പായിട്ട് അതിൻ്റെ 4 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ കേക്ക് ബോർഡിൽ നമ്മൾ ഫോണ്ടൻ്റ് വെക്കുമ്പോൾ കുറച്ച് ക്രിസ്കോയോ ബട്ടറോ ഒന്ന് തൂത്ത് കൊടുത്താൽ അത് അതിൽ സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും. അങ്ങനെ ബോർഡിൻ്റെ 4 സൈഡിലും ഈ ഒരു ഡിസൈനിലുള്ള ആ കവറിങ് കൊടുത്തു. ഇനി കേക്ക് ബോർഡിന് ഞാനൊരു കളർ കൊടുക്കുകയാണ്. വൈറ്റിന് പകരം ഒരു ബ്ലാക്ക് കളർ കൊടുക്കുകയാണ് എയർ ബ്രഷ് ഉപയോഗിച്ച് തന്നെ. ഇനിയാണ് നമ്മളുടെ ഐസ് ക്യൂബുകൾ വരുന്നത്. അങ്ങനെ നമ്മുടെ ഐസ് ബാരൽ കേക്കിന് വേണ്ട എഡിബിൾ ഐസ് ജെലറ്റിൻ കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ ഒരു ഐസ് ബ്ലോക്കുകൾക്ക് ഒരു ചെറിയ യെല്ലോയിഷ് കളറുണ്ട്. അപ്പം അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ കളർലെസ് ആയിട്ടുള്ള ഐസ് ക്യൂബ് ഉണ്ടാക്കാനായിട്ടുള്ള പല ട്രയലും നടത്തി ആ റെസിപ്പി ഞാൻ അത് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടു നോക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ അറിയാനായിട്ട്. എന്തായാലും ഇതുപോലെ ഐസ് ബ്ലോക്സ് ഉണ്ടാക്കി കേക്കിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ 2 ബോട്ടിലും കൂടെ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ കേക്ക് കണ്ടപ്പോൾ കുറേ പേരുടെ അടുത്ത് ചോദിച്ചു, ഈ ബോട്ടിലും എഡിബിൾ ആണോ എന്ന്. അല്ല, ഇത് റിയൽ ആയിട്ടുള്ള ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഇത് കേക്കിൻ്റെ മുകളിൽ നമുക്കറിയാം വെറുതെ വെച്ചാൽ ചിലപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോഴൊക്കെ ചാടി പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കേക്കിലൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് ഇറക്കി വെക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിന് പകരം ഞാൻ ചെയ്തത് ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഒരു സ്ക്യൂവർ ഈ ബോട്ടിലിൻ്റെ അടിയിൽ ഇതുപോലെ സെലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം അതിന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ അത് അവിടെ നല്ല സേഫായിട്ട് ഇരുന്നോളും. ഇനി അതിൻ്റെ ആ താഴത്തെ സ്ക്യൂവർ കാണാതിരിക്കാനായിട്ട് അവിടെയൊക്കെ നമ്മൾ ഐസ് ബ്ലോക്സ് വെച്ചിട്ട് ജെലറ്റിൻ ഐസ് ബ്ലോക്ക് വെച്ചിട്ട് ഒന്ന് ഹൈഡ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. നമുക്കറിയാം ജെലറ്റിൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് വെക്കുകയാണ്.
അപ്പോൾ അതിൽ നല്ല തണുപ്പുണ്ട് അല്ലേ. അപ്പോൾ ആ തണുപ്പും ഒരു ഈർപ്പവും ഒക്കെ കൊണ്ട് ഈ ഫോണ്ടന്റ് മെൽറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കേക്കുകൾ നിങ്ങൾക്ക് ഓർഡർ കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് ഫോട്ടോ എല്ലാം എടുത്തു. അതിനുശേഷം ഞാൻ ആ ഓരോ ജലറ്റിനും അവിടുന്ന് തിരിച്ചെടുത്ത് ഇതുപോലെ ഗ്ലാസ്സിലാക്കിയിട്ട് അവർക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അതുപോലെ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഫോണ്ടന്റ് ഇതുപോലെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് പോകും. അത് മാത്രമല്ല നമ്മളിപ്പോൾ എയർ ബ്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കളറും ഒക്കെ ഇങ്ങനെ ഒന്ന് മെൽറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആക്കി എടുത്ത് പാക്ക് ചെയ്ത് കൊടുത്തു വിടുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വൈൻ ബാരൽ കേക്ക് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു കാര്യം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കേക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്നതിന് കുറച്ച് മുന്നിൽ മാത്രം ഈ ജലറ്റിനെല്ലാം വെച്ച് അതിനെ സെറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഓർഡറിനനുസരിച്ച് കൊടുത്തു വിടുകയാണെങ്കിൽ ഇതുപോലെ ആദ്യം ഇതെല്ലാം സെറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഈ ജലറ്റിനെല്ലാം നമ്മൾ ഗ്ലാസ്സിലോ വേറൊരു കണ്ടെയ്നറിൽ പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു വിടുക. എന്നിട്ട് അവരോട് പറയാം, ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ അവിടെ ചെന്നിട്ട് ജലറ്റിന് ഈ ക്യൂബ്സ് എല്ലാം ഇതുപോലെ തന്നെ പ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിടാം. അന്ന് ഞാൻ കേക്ക് ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഒത്തിരി പേരോട് ചോദിച്ചതാണ് ഇത് ഉണ്ടാക്കിയതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എനിക്കതിന് കുറച്ച് സമയം എടുത്തു. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കേക്ക് ഡെക്കറേഷൻ വീഡിയോസ് ആയിട്ടും റെസിപ്പികളുമായിട്ടും ഒക്കെ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.